എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടരുന്നു. നിത്യം അനിത്യം എന്നിങ്ങനെയുള്ള രണ്ട് പദങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് കഴിഞ്ഞ തവണ. നിത്യം എന്ന് പറഞ്ഞ നിത്യമായിട്ടുള്ളത്, ഒരിക്കലും നശിക്കാത്തത്. ആ നശിക്കാത്തത് ബ്രഹ്മമാണ്. പിന്നെ അനിത്യം, നശിക്കുന്ന പ്രകൃതിയാണ്. അത് തന്നെയാണ് അടുത്ത ശ്ലോകം പറയുന്നത്. ബ്രഹ്മസത്യം ജഗന്മിഥ്യേത്യേവം രൂപോ വിനിശ്ചയഃ സോ അയം നിത്യാനിത്യവസ്തു വിവേകഃ സമുദാകൃതഃ. ബ്രഹ്മം സത്യവും ജഗത്ത് മിഥ്യയുമാണ് എന്ന ദൃഢബോധത്തെയാണ് നിത്യാനിത്യ വസ്തു വിവേകം എന്ന് പറഞ്ഞിരിക്കുന്നത്. നിത്യാനിത്യ വസ്തു വിവേകം, നിത്യമായതിലും അനിത്യമായതിലുമുള്ള വിവേകം എന്നർത്ഥം. അത് ബ്രഹ്മം മാത്രമാണ് സത്യം, ഈ ജഗത്ത് മിഥ്യയാണ് എന്ന് മനസ്സിൽ ഉറയ്ക്കുന്നതാണ് ആ ബോധം. സ്വപ്നത്തിൽ കാണുന്ന വസ്തുക്കൾക്കായി ആരും ആഗ്രഹിക്കാറില്ല. അതുപോലെ മിഥ്യയാണ് ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന വിഷയങ്ങളും എന്ന ബോധം വന്നാൽ വൈരാഗ്യം നിശ്ചയമായും ജനിക്കും. ഈ വൈരാഗ്യം വരാനുള്ള ഒരു കാരണം പറയുന്നു, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം പറയുന്നു. സ്വപ്നത്തിൽ നമ്മൾ പലതും കാണും, അതിനൊന്നും നമ്മൾ ആഗ്രഹിക്കാറില്ല. അതേപോലെ ഈ ജഗത്തിലും നമ്മൾ കാണുന്ന ഈ കാഴ്ചകളൊക്കെ ഒരു സ്വപ്നം മാതിരിയാണ് എന്ന് കരുതുക. അതിലൊന്നും വലിയ കാര്യമില്ല. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്നതാണ് എന്ന് നമ്മൾ കരുതി കഴിഞ്ഞാൽ വൈരാഗ്യം ജനിക്കും. ഇനി തദ് വൈരാഗ്യം ജുഗുപ്സായ ദർശന ശ്രവണാദിഭിഃ ദേഹാദി ബ്രഹ്മപര്യന്തേ ഹ്യനിത്യേ ഭോഗ്യവസ്തുനി. ഐഹികമായ ദേഹാദിവസ്തുക്കളെ കണ്ടും ആമുഷ്മികങ്ങളായ ദിവ്യദേഹാദികളെപ്പറ്റി കേട്ടും സ്വന്തം ശരീരം മുതൽ ബ്രഹ്മശരീരം വരെയുള്ള അനിത്യങ്ങളായ സമസ്ത ഭോഗ്യവസ്തുക്കളിലും തോന്നുന്ന അറപ്പിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. വളരെ വിശാലമായിട്ട് മനസ്സിലാവാത്ത ഭാഷയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വിഷയങ്ങളിലുള്ള വിരക്തി, അത് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഐഹികങ്ങളായ ദേഹാദി വസ്തുക്കളെ, ഈ പ്രപഞ്ചത്തിലുള്ള ശരീരമെടുത്ത വസ്തുക്കളെ കണ്ടും ആമുഷ്മികങ്ങളായ ദിവ്യദേഹങ്ങളെപ്പറ്റി കേട്ടും, ആമുഷ്മികങ്ങളിൽ നിന്ന് മരണശേഷം ലഭിക്കാവുന്ന ശരീരങ്ങളെക്കുറിച്ചൊക്കെ കേട്ടും, സ്വന്തം ശരീരം മുതൽ ബ്രഹ്മശരീരം വരെയുള്ള അനിത്യങ്ങളായ, നിത്യങ്ങളല്ലാത്ത സമസ്ത ഭോഗവസ്തുക്കളിലും തോന്നുന്ന അറപ്പിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. സ്വന്തം ഈ ഐഹികമായിട്ടുള്ള ഈ ലോകത്തിലുള്ള ശരീരമുള്ളതിനെയും മരിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ദിവ്യ ശരീരങ്ങളെയും കുറിച്ചൊക്കെയുള്ള അത് കേട്ടറിവാണ്, ഇത് കണ്ടറിവാണ്. ഇത് രണ്ടും, പിന്നെ സ്വന്തം ശരീരം മുതൽ ബ്രഹ്മശരീരം വരെ ഉള്ളതൊക്കെ അനിത്യങ്ങളാണ്, നിത്യങ്ങളല്ല എന്ന ബോധം ഉറയ്ക്കുകയും സമസ്ത ഭോഗ്യവസ്തുക്കളിലും തോന്നുന്ന ഒരു മടുപ്പ്, അതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ വിഷയവൈരാഗ്യം എന്നർത്ഥം. ഇന്ദ്രിയങ്ങളെ കൊണ്ട് പിടിച്ചെടുക്കുന്ന സാധാരണ ജനങ്ങൾക്ക് കേമമെന്ന് തോന്നാകുന്ന കാര്യങ്ങളിലുള്ള വിരക്തി, അതുതന്നെ. മലമൂത്രഭാണ്ഡമായ ശരീരത്തെക്കുറിച്ച് ആലോചിച്ചാൽ മനസ്സിലാകും, കണ്ടതും കേട്ടതുമായ ശരീരങ്ങളൊക്കെയും അതുമാതിരി നിന്ദ്യവസ്തുക്കൾ നിറഞ്ഞതാണ് എന്ന്. സ്വന്തം ശരീരത്തെ പറ്റിയും ചിന്തിക്കുക. മലമൂത്രങ്ങൾ നിറഞ്ഞതാണ്, അതേപോലെ തന്നെയാണ് എല്ലാം. അപ്പോൾ എന്ത് തോന്നും? കാകവിഷ്ട പോലെ വർജ്യമാണെന്ന് തോന്നും. കാകവിഷ്ടം എന്ന് പറഞ്ഞാൽ കാക്കയുടെ കാഷ്ടം, അതേപോലെ വർജ്യമാണ് എന്ന് തോന്നും. സ്വദേഹാശുചിഗന്ധേന ന വിരജേതയ പുമാൻ വൈരാഗ്യകാരണം തസ്യ കിമന്യതുപദിശ്യതാം. നവദ്വാരങ്ങളിൽ കൂടി പുറത്തേക്ക് വരുന്നതിൽ ഏതെങ്കിലും കൈകൊണ്ട് തൊടാൻ കൊള്ളാവുന്നതുണ്ടോ? അതോർത്താൽ
പിന്നെ പരശരീരങ്ങൾ ഭോഗ്യവസ്തുക്കളായി തോന്നുമോ? നവദ്വാരങ്ങളിൽ കൂടി പുറത്തേക്ക് വരുന്ന എന്തെങ്കിലും കൈകൊണ്ട് തൊടാൻ കൊള്ളാവുന്നതാണോ? അറപ്പുളവാക്കുന്നതല്ലേ? അതോർത്താൽ പിന്നെ ശരീരങ്ങൾ ഭോഗ്യവസ്തുക്കളായി തോന്നുമോ? ഇത് ഭജഗോവിന്ദത്തിൽ വേറൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീയുടെ ശരീരം, നാഭിപ്രദേശം, സ്തനങ്ങൾ മുതലായവ ഒക്കെ മാലിന്യം നിറഞ്ഞ മാംസപിണ്ഡമാണ് എന്ന് കരുതി അവയെ മനസ്സുകൊണ്ട് ഒഴിവാക്കുക എന്ന്. അതിൻ്റെ വേറൊരു രൂപമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശരീരം എന്ന് പറഞ്ഞ മലിനമാണ്. നവദ്വാരങ്ങളിൽ കൂടിയൊക്കെ പുറത്തേക്ക് വരുന്നത് എന്തെങ്കിലും കൈകൊണ്ട് തൊടാൻ കൊള്ളാവുന്നതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് ഓർത്താൽ പിന്നെ പരശരീരങ്ങൾ ഭോഗ്യവസ്തുക്കളായി തോന്നുമോ? അന്യൻ്റെ ശരീരം ഭോഗ്യവസ്തുവായി തോന്നുമോ? വിയർപ്പ്, മൂക്കൊലിപ്പ്, അതുമാതിരി കഫം മുതലായവയൊക്കെ, അതേമാതിരിയുള്ള ഗന്ധം, ദുർഗന്ധം, വായയുടെ ദുർഗന്ധം, ഇതൊക്കെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരശരീരങ്ങൾ ഭോഗ്യവസ്തുക്കളായി തോന്നുമോ? ഇല്ല. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ അനുഭവപ്പെട്ടാലും വീണ്ടും അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് മനുഷ്യ സ്വഭാവമാണ്. അപ്പം അതുകൊണ്ട് അവിടെയൊന്നും സംതൃപ്തിയില്ല. നമ്മുടെ ജീവിതത്തിൽ വിവാഹബന്ധമാണെങ്കിലും ശരി, സംതൃപ്തിക്കുറവിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ചിലപ്പോൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാത്തതായിരിക്കാം. അത് ശ്രദ്ധയിൽപ്പെട്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഭോഗ്യവസ്തുക്കളായി തോന്നാൻ വേണ്ട സംഗതികൾ. പണ്ട് ഈ രാജാക്കന്മാരുടെ കഥയൊക്കെ പറയുമ്പോൾ മണിയറയൊക്കെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാവും, സുഗന്ധ പുഷ്പങ്ങൾ കൊണ്ടെന്ന് പറയും. കാരണം എന്താ വിചാരിച്ചാൽ ഒരു ഉന്മാദം കിട്ടാൻ വേണ്ടിയിട്ടാണ് സുഗന്ധം. അപ്പോൾ സുഗന്ധത്തിന് അവിടെ വലിയൊരു പ്രാധാന്യമുണ്ട്. ഇവിടെ പറയുന്ന മുഴുവനും സുഗന്ധമല്ലാത്തതിനെക്കുറിച്ചാണ് പറയുന്നത്. നവദ്വാരങ്ങളിൽ കൂടി പുറത്തേക്ക് വരുന്നതിൽ എന്തെങ്കിലും കൈകൊണ്ട് തൊടാൻ കൊള്ളാവുന്നതുണ്ടോ? കറുപ്പുളവാക്കുന്നതല്ലേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പരശരീരങ്ങൾ ഭോഗ്യവസ്തുവായി തോന്നുമോ എന്നാണ് ചോദിക്കുന്നത്. ബാക്കി അടുത്ത ഭാഗം. നന്ദി, നമസ്കാരം.